സ്ലീഹാകാലം 7-ാം വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നിയമജ്ഞരുടെയും ഫരിസ്യരുടെയും കപടനാട്യം. കപടത ലോകത്ത് ഒരു ആത്മാർത്ഥത ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. ഇതെഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന കവിയാണെങ്കിലും ഈ വരികൾ ഏറെ സ്വാർത്ഥകമായത് യേശുവിൻ്റെ ജീവിതത്തിലാണ്. ഈ ലോകത്തിൻ്റെ കപടതയൊന്നും മേശാതെ സ്വർഗത്തിൻ്റെ ജീവിത നൈർമല്യവും സുതാര്യതയുമുള്ളത് കൊണ്ടാണ് ദൈവത്തെ സ്വന്തമാക്കിയവരെന്ന് സ്വയം അഹങ്കരിച്ച് ജീവിച്ചിരുന്ന ഫരിസ്യരുടെയും നിയമജ്ഞരുടെയും പുരോഹിതവർഗത്തിൻ്റെയും കപടമുഖത്തെ യേശു ഇന്നത്തെ സുവിശേഷത്തിൽ വലിച്ചു കീറുന്നത്. 1 7 പ്രാവശ്യം അവൻ അവരെ ശപിച്ചു തള്ളി. വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നവരെ വിളിച്ചു. പുറമേ പകൽമാന്യന്മാരായിരുന്നെങ്കിലും അകം മുഴുവൻ കവിഞ്ഞു നിറഞ്ഞു നിന്നത് സ്വാർത്ഥതയും കപടതയുമായിരുന്നു. നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അവൻ മുൻപന്മാരായിരുന്നെങ്കിലും അതനുഷ്ഠിക്കുന്നവരിൽ പിൻപന്മാരായിരുന്നു. യേശുവിനെയും യേശുവിൽ വിശ്വസിച്ചിരുന്നവരെയും അവർ സിനഗോഗിൽ നിന്നും ദേവാലയത്തിൽ നിന്നും പുറത്താക്കിയതോടെ ദൈവത്തെയും ദൈവമക്കളെയുമാണ് അവർ പുറത്താക്കിയത്. ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായി സ്വയം അവരോധിച്ച അവർ ദൈവത്തിൻ്റെ കരുണയെ വികൃതമാക്കുന്നവരായിട്ടാണ് പാവപ്പെട്ടവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ചുറ്റുമുള്ളവരിൽ ദൈവത്തെ ദർശിക്കുമ്പോഴാണ് നാം യഥാർത്ഥ ഭക്തിയുള്ളവരാകുക. അതിന് വിരുദ്ധമായിട്ടുള്ളതൊക്കെ കപടഭക്തിയാണ്. ദൈവത്തിനു പകരം സ്ഥാനമാനങ്ങളെയും സമ്പത്തിനെയും പൂജിക്കുന്നവർ കപടഭക്തരാണ്.